മാർജിനൽ ഡിസ്ട്രിബ്യൂഷനും പിന്നെ നമ്മുടെ റേഞ്ച് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ എല്ലാം കൂടെയുള്ള കോമൺ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഗിവൺ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു സി ഇൻറ്റു എക്സ് വൈ സ്ക്വയർ പ്ലസ് ഇ റേസ് ടു എക്സ്, 0 less than x less than 1 and 0 less than y less than 1 is a joint PDF. Find first question C. C calculate ചെയ്യണം, then f1 of x and f2 of y, that means marginal distributions calculate ചെയ്യണം, then probability of 1 by 2 less than x less than 2 by 3. മാർജിനൽ എക്സിൻ്റെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് എക്സ് മാത്രമായതുകൊണ്ട് ഇത് സിംഗിൾ റാൻഡം വേരിയബിൾ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ f1 ഓഫ് എക്സ് മാത്രം എടുത്ത്, ജോയിൻറ്റ് PDF അല്ല, എക്സിൻ്റെ PDF മാത്രം എടുത്ത് എന്ത് ചെയ്യണം, പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. ദെൻ ഹിയർ പി ഓഫ് എക്സ് ലെസ് ദാൻ 1/2 ആൻഡ് വൈ ലെസ് ദാൻ 1/4. ഇവിടെ വരുമ്പോൾ ജോയിൻറ്റ് PDF എടുക്കണം, കാരണം രണ്ട് വേരിയബിളും റാൻഡം വേരിയബിളും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു, സി കാൽക്കുലേറ്റ് ചെയ്യാൻ. ഇത് നമ്മൾ കുറേ ചെയ്യുന്നതാണ്. സി എന്ന് പറയുന്ന ഈ പ്രോബബിലിറ്റി മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ നമ്മൾ കോൺസ്റ്റന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രോബ്ലംസ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തോരം, ഇൻ്റഗ്രൽ ഓവർ എക്സ്, ഇൻ്റഗ്രൽ ഓവർ വൈ, എഫ് ഓഫ് എക്സ് വൈ ഇൻറ്റു ഡി വൈ ഡി എക്സ് ഈക്വൽ ടു 1. ആദ്യം y വെച്ചിട്ട് പിന്നെ എക്സ് വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഓക്കെ, എവിടെ നമുക്ക് കോൺസ്റ്റന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞാലും നമ്മൾ ഫോളോ ചെയ്യുന്ന പാറ്റേൺ ഇത് തന്നെയാണ്. ടോട്ടൽ 1 എന്നും പറഞ്ഞുകൊണ്ട് കൊടുക്കും. ദെൻ ഇൻ്റഗ്രൽ എക്സ് ആയതുകൊണ്ട് എക്സിൻ്റെ റേഞ്ച് എവിടെ മുതൽ എവിടെ വരെയാണ്, 0 to 1. ആൻഡ് ഇൻ്റഗ്രൽ വൈ, വൈയുടെ റേഞ്ച് 0 to 1. എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് എന്തായിരുന്നു, സി ഇൻറ്റു എക്സ് വൈ സ്ക്വയർ പ്ലസ് ഇ റേസ് ടു എക്സ് ഡി വൈ ഡി എക്സ്. ഇവിടെ ഒരു ഇ റേസ് ടു എക്സ് ഒക്കെ വരുന്നുണ്ട്, എന്നാലും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് കിട്ടും. സി കോൺസ്റ്റന്റ് ആണ്, പുറത്തിടുന്നു. ഇൻ്റഗ്രൽ 0 to 1 ആദ്യം ഏത് വെച്ചിട്ടാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്, വൈ വെച്ചിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. വൈ വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് കോൺസ്റ്റന്റ്, വൈ സ്ക്വയർ ബൈ 2നെ, അപ്പം ഞാനൊരു കാര്യം ചെയ്യുന്നു, വൈ സ്ക്വയറിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വൈ ക്യൂബ് ബൈ 3 എന്നായി ആണല്ലോ, പ്ലസ് ഇ റേസ് ടു എക്സ്, എക്സിൻ്റെ ടേം മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഇ റേസ് ടു എക്സിനെ കോൺസ്റ്റന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക, ഇൻറ്റു വൈ. നമ്മൾ ജസ്റ്റ് എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന പോലെ തന്നെ അതിന് പറയും ഇ റേസ് ടു എക്സ്. എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തോരും, വിത്ത് റെസ്പെക്ട് ടു വൈ ആണെങ്കിൽ എക്സ് ഇൻറ്റു വൈ എന്ന് എഴുതില്ലേ, അതുപോലെ തന്നെ ഇ റേസ് ടു എക്സ് ഇൻറ്റു ഡി വൈ എന്ന് പറയുമ്പോൾ എക്സിൻ്റെ ടേം വരുന്നത് കോൺസ്റ്റന്റ് ഇൻറ്റു വൈ. ദെൻ ലിമിറ്റ് ഉണ്ട്, ലിമിറ്റ് എവിടെ മുതലാണ്, 0 മുതൽ 1 വരെ. ലോവർ ലിമിറ്റ് 0 ആണെങ്കിൽ പകുതി നമുക്ക് പരിപാടി കുറഞ്ഞിരിക്കും. ഇനിയിപ്പോൾ എന്ത് ചെയ്യാം, ലിമിറ്റ് അപ്ലൈ ചെയ്യാം. 0 to 1, ഇൻ്റഗ്രൽ 0 to 1 എക്സ് നമ്മൾ വാല്യൂ കൊടുക്കേണ്ട വൈക്കാണ്. അപ്പോൾ എന്തോന്നു, എക്സ് ബൈ 3. വൈ ക്യൂബ് എന്ന് പറയുന്നത് 1 ക്യൂബ് വരും. ദെൻ ഇവിടെ എന്തോരും, ഇ റേസ് ടു എക്സ് ഇൻറ്റു 1. അപ്പോൾ പിന്നെ ഇ റേസ് ടു എക്സ് മാത്രം. നമുക്ക് അടുത്തത് എന്ത് കിട്ടി, എക്സ് ബൈ 3 പ്ലസ് ഇ റേസ് ടു എക്സ്, ഇത് ഇൻറ്റു ഡി എക്സ്, ദിസ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ നമുക്ക് എന്തോന്നു, ഇനി എക്സ് വെച്ചിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. സി കോൺസ്റ്റന്റ്, എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 1/3നെ കോൺസ്റ്റന്റ് ആയിട്ട് ഇടുന്ന, മീൻസ് പുറത്തിടുന്നെങ്കിൽ ഇടുക, ചെയ്യാനുള്ള ഇച്ചയ്ക്ക് ഇല്ല, കൂടി ഇട്ടുള്ളൂ, കുഴപ്പമില്ല. എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് ഇ റേസ് ടു എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്തൊരു, ഇ റേസ് ടു എക്സ് തന്നെ, ഡിഫറൻഷ്യേഷൻ അല്ല ഇൻ്റഗ്രേഷൻ, ഇ റേസ് ടു എക്സ് ആണ്. ഫ്രം 0 to 1 ഈക്വൽ ടു 1. ദെൻ സി നമുക്ക് ലിമിറ്റ്സ് അപ്ലൈ ചെയ്യാം. 1/6 പ്ലസ് ഇ റേസ് ടു 1. ഇവിടെ നമ്മൾ ലോവർ ലിമിറ്റൂടെ കൊടുത്തേക്കുക. അതിൻ്റെ റീസൺ എക്സ് ആയതുകൊണ്ടാണ്, കാരണം ഇ റേസ് ടു 0 എന്ന് പറയുന്നത് 1 ആണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇ റേസ് ടു 0 വരുന്ന സാധനം ഒന്ന് കൺസിഡർ ചെയ്തേക്കാം. മൈനസ് ആദ്യത്തെ ടേം എന്താണെങ്കിലും 0 ആണല്ലോ, -1, സോറി മൈനസ് അല്ല +1. ഇത്രയും ടേം, അതായത് എക്സിന് 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ ഫസ്റ്റ് ടൈം ഫുള്ള് 0 ആയി അല്ലേ, ഇത്രയും ടേം 0 ആയി. 0 +
നമ്മുടെ ഇ റേസ് ടു എക്സിന് അല്ലെങ്കിൽ ഇ റേസ് ടു 0 എന്നിട്ട് അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ 1/6 പ്ലസ് ഇ റേസ് ടു ഇനെ ഞാൻ ഇ റേസ് ടു 1 ഇ എന്ന് ഇടുന്നു. എന്തായി? മൈനസ് അകത്ത് 0 മൈനസ് 1 എന്നാവും. 0 പ്ലസ് 1 എന്നാവും. അപ്പോൾ ഈ 0 പോയി കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ടാവും? -1. ദിസ് ഇസ് ഈക്വൽ ടു 1 എന്നായി. അപ്പോൾ ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. എന്തോരും? ഇ റേസ് ടു 1/6 പ്ലസ് ഇ ആണ്. അതുകൊണ്ട് നമുക്കിതിനെ 6e മൈനസ് 6e ഇവിടെ ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കണമെങ്കിൽ ഓക്കെ ജസ്റ്റ് എ സെക്കൻഡ്. 1/6 പ്ലസ് 6e മൈനസ് 6 ഈക്വൽ ടു 1 എന്നാവുമല്ലോ. എല്ലാത്തിൻ്റെ ഡിനോമിനേറ്റർ 6 ആക്കുന്നു. അപ്പോൾ 6/6 ഇൻറ്റു 6/6. ദെൻ അപ്പം എന്തോന്നു? സി ഇൻറ്റു 6e മൈനസ് 5/6 ഈക്വൽ ടു 1 ആണല്ലോ. therefore c ഈക്വൽ ടു എന്ത് വരും? 6 ഇതിൻ്റെ നേരെ റെസിപ്രോക്കൽ എടുക്കുന്നു. 6e മൈനസ് 5. ഈ നമുക്ക് കാൽക്കുലേറ്ററിൽ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ദെൻ ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വാല്യൂസ് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0.54 ആണ്. ഓക്കെ, ഈയുടെ വാല്യൂ കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് സയൻറ്റിഫിക്കൽ ചെയ്തോളാം. നമുക്ക് കണ്ടിന്യൂസ് പ്രോബ്ലം ചെയ്യാനുള്ളത് കൊണ്ടാണ് നമ്മൾ ഈയുടെ വാല്യൂടെ ഫൈൻഡ് ഔട്ട് ചെയ്ത് പോയിരിക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് ഈ സ്റ്റോപ്പ് ചെയ്താലും വലിയ പ്രശ്നം വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ f(x, y) എന്തോരും? ഒന്നെങ്കിൽ 6/6e മൈനസ് 5 എന്ന് എഴുതാം. 6/6e മൈനസ് 5. പിന്നെ നമ്മുടെ f(x) ബാക്കി വരുന്നത് xy² പ്ലസ് ഇ റേസ് ടു എക്സ്. അല്ല എങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 0.54 ഇൻറ്റു ചെയ്യാനുള്ള ഈസി ഇത് 0.54 ഇടുന്നതായിരിക്കും. എന്തോരം? xy² പ്ലസ് ഇ റേസ് ടു എക്സ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? മാർജിനൽ ഫൈൻഡ് f1 ഓഫ് എക്സും f2 ഓഫ് വൈയും. അപ്പോൾ f1 ഓഫ് എക്സിൻ്റെ ഇക്വേഷൻ നമ്മൾ എന്തായിരുന്നു യൂസ് ചെയ്തിരുന്നത്? ഏതായിരുന്നു നമുക്ക് നമ്മുടെ ഇക്വേഷനകത്ത് വേണ്ടത്? ടേം ഏതിൻ്റെ? എക്സിൻ്റെ ടേം വേണം. ദാറ്റ് മീൻസ് വൈയുടെ ടേം നമ്മൾ എലിമിനേറ്റ് ചെയ്യണം. വൈക്ക് മാക്സിമം വാല്യൂസ് കൊടുത്ത് എക്സിനെ കീപ്പ് ചെയ്യണം. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ y f ഓഫ് എക്സ് വൈ dy by dx. ഓക്കെ, ഇൻ്റഗ്രൽ ഓവർ വൈയുടെ വാല്യൂ 0 to 1 അല്ലായിരുന്നു. 6/6e മൈനസ് 5. 0.54 ഇട്ടാൽ ഇത്രയും സ്റ്റെപ്സ് മീൻസ് ടേംസ് റിപ്പീറ്റ് ചെയ്യേണ്ടെന്നേ ഉള്ളൂ. xy² പ്ലസ് ഇ റേസ് ടു എക്സ് ഇൻറ്റു dy. ദെൻ അടുത്തെന്ത് ചെയ്യണം? 0.54 എന്ന് ഞാൻ അങ്ങ് ഇടുകയാണ്. 0.54 ഇൻറ്റു ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടി? xy². നമ്മൾ y വെച്ചിട്ടാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തോന്നു? എക്സ് കോൺസ്റ്റൻറ്റ് y³ 3 പ്ലസ് ഇ റേസ് ടു എക്സ് ഇൻറ്റു y ഫ്രം 0 to 1. 0.54. അപ്പോൾ ലിമിറ്റ് കൊടുത്തു കഴിയുമ്പോൾ x/3 പ്ലസ് ഇ റേസ് ടു എക്സ്. ഇത്രേ ഉള്ളൂ. വൈയുടെ വാല്യൂ എവിടെ മുതൽ എവിടെ വരെ? വൈ അല്ലല്ലോ, ഇവിടെ നിൽക്കുന്ന ടേം എക്സ് ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എവിടെ മുതൽ എവിടെ വരെ വേരി ചെയ്യുന്നുണ്ടെന്ന് കാണിച്ചോളാം. അടുത്ത ഇനി f2 ഓഫ് വൈ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, f2 ഓഫ് വൈ ഇതേപോലെ തന്നെ ഒന്ന് സോൾവ് ചെയ്ത് നോക്കുക. കിട്ടുന്നില്ല എങ്കിൽ പറയാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് വൺ, തേർഡ് ക്വസ്റ്റ്യൻ. തേർഡ് വൺ എന്തോരും? p ഓഫ് 1/2 ലെസ് ദാൻ x ലെസ് ദാൻ 2/3. p ഓഫ് 1/2 ലെസ് ദാൻ x ലെസ് ദാൻ 2/3. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? എക്സിൻ്റെ മാത്രമാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഇൻ്റഗ്രൽ ഓവർ എക്സ് f1 ഓഫ് എക്സ് ഇൻറ്റു dx എന്ന് കാണിക്കുന്നു. കാരണം എക്സ് യൂണിവേരിയേറ്റ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്.
ഇന്റഗ്രൽ ഓവർ എക്സിന്റെ വാല്യൂ എവിടെ മുതൽ റേഞ്ച് എവിടെ മുതൽ എവിടെ വരെയാണ് 1/2 to 2/3 വരെയാണ്. f1 of x എന്ത് കിട്ടി 0.54 into x/3 plus e raised to x അല്ലേ. നമ്മളിവിടെ f1 of x ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതായിരുന്നു നമ്മുടെ f1 of x. ഇനി ഇൻറ്റു ഡി എക്സ് ആണല്ലോ വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും 0.54 എക്സ് ക്യൂബ് എക്സ് സ്ക്വയർ ആണല്ലോ എക്സ് സ്ക്വയർ ബൈ 6 പ്ലസ് ഇ റേസ് ടു എക്സ് ഫ്രം 1/2 to 2/3. ഓക്കെ, അപ്പോൾ ഇപ്പം നമുക്ക് കിട്ടിയേക്കുന്നത് 0.54 എക്സ് സ്ക്വയർ ബൈ 6 പ്ലസ് ഇ റേസ് ടു എക്സ് എന്നാണ്. അപ്പോൾ ഇനി ഇതിന് വാല്യൂസ് നമുക്ക് കൊടുക്കാം. വാല്യൂസ് മീൻസ് ലിമിറ്റ്സ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുമ്പോൾ എന്തോരും ആദ്യം നമുക്ക് അപ്പർ ലിമിറ്റ് 1/6 പുറത്തേക്ക് ഇട്ടിട്ട് അപ്പർ ലിമിറ്റ് കൊടുക്കുകയാണെങ്കിൽ ഇച്ചിലൂടെ ചെയ്യാൻ ഈസി ആയിരിക്കും. 2/3 ഹോൾ സ്ക്വയർ പ്ലസ് ഇ റേസ് ടു 2/3 ആദ്യത്തെ പാർട്ട് കഴിഞ്ഞു. ഇനി സെക്കൻഡ് സെക്ഷൻ 1/6 ഇൻറ്റു ലോവർ ലിമിറ്റ് 1/2 ഹോൾ സ്ക്വയർ 1/6 പുറത്തിട്ടു എക്സ് സ്ക്വയർ എന്നിട്ട് സെപ്പറേറ്റ് ചെയ്തു പ്ലസ് ഇ റേസ് ടു 1/2 എന്ന് കിട്ടി. ദിസ് ഇസ് ഈക്വൽ ടു 0.54 1/6 അപ്പം 4/54 അല്ലേ വരിക പ്ലസ് ഇ റേസ് ടു 2/3 minus 1/6 24 minus e raised to e മൈനസും e പ്ലസ് എന്താകും മൈനസ് ആകും e raised to 1/2. ഓക്കെ, ഇനി എന്ത് ചെയ്യണം e raised to ഇത് ഡയറക്റ്റ് കാൽക്കുലേറ്റർ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. e raised to 2/3 e raised to 1/2 സയന്റിഫിക് കാൽക്കുലേറ്റർ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ദെൻ കാൽക്കുലേഷൻ ചെയ്യുക. നമുക്ക് ഓൾമോസ്റ്റ് 0.157 നിയറസ്റ്റ് ഈ വാല്യൂ കിട്ടും. എക്സാക്റ്റ് കിട്ടുമെന്നല്ല, നിയറസ്റ്റ് ഈ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി ഇതിന് അടുത്ത പാർട്ടും ഉണ്ട്. അടുത്ത പാർട്ട് എന്തായിരുന്നു പി ഓഫ്, അതായത് ഫോർത്ത് വൺ പി ഓഫ് എക്സ് ലെസ് ദാൻ 1/2 കോമ വൈ ലെസ് ദാൻ 1/4 ദാറ്റ്സ് ഈക്വൽ ടു ഇന്റഗ്രൽ. ഇവിടെ എക്സും വൈയും വന്നുകൊണ്ട് ഏതെടുക്കണം ജോയിൻ PDF എടുക്കണം. ഇന്റഗ്രൽ എക്സിന്റെ വാല്യൂ ലെസ് ദാൻ 1/2 എന്നേ പറഞ്ഞിട്ടുള്ളൂ. എവിടെ വരെ പോകാൻ ലോവർ ലിമിറ്റ് തന്നിട്ടില്ല. എക്സിന് പോസിബിൾ ആയിട്ടുള്ള നമ്മുടെ പ്രോബ്ലത്തിനകത്ത് എക്സിന്റെ ലിമിറ്റ് എന്താ 0 മുതലാണ്. അപ്പൊ എക്സിന് എത്ര ലോവർ പോയാലും 0 വരെ മാക്സിമം പോകാൻ പറ്റുള്ളൂ. വൈക്കും സെയിം 0 വരെ പോകാൻ പറ്റുള്ളൂ ഈ ഒരു പ്രോബ്ലത്തിൽ. അപ്പൊ ലോവർ ലിമിറ്റ് എന്തെടുക്കണം, ഇതിന് എക്സിന് ക്വസ്റ്റ്യനകത്ത് ഏതാണോ ലോവർ ലിമിറ്റ് എന്നേക്കുന്നത് അത് കൊടുക്കാം. ദെൻ ഇന്റഗ്രൽ 0 to 1/4 0.54 ഞാൻ ചെയ്യാനുള്ള ഈസി ഫൈനൽ നമുക്ക് എപ്പോഴും ഇത്രയും കൺക്ലൂഡ് ചെയ്ത് വെക്കുന്നതാണ് ബെറ്റർ. ഈയുടെ ടേംസ് എല്ലാം അവോയ്ഡ് ചെയ്ത് അതുകൊണ്ട് 0.54 ഇടുന്നതായിരിക്കും പ്രോബ്ലം മുന്നോട്ട് കൊണ്ടുപോകാൻ ഈസി. 0.54 ഇൻറ്റു എക്സ് വൈ സ്ക്വയർ പ്ലസ് ഇ റൈസ് ടു എക്സ് ഡി വൈ ഡി എക്സ്. ആദ്യം ഡി വൈ ആണല്ലോ ചെയ്യാം. ഇനിയിപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. 0.54 കോൺസ്റ്റൻ്റ് ആയിട്ട് പുറത്തിട്ടേക്കുന്നു. 0/1/2 0 to 1/2 ഫസ്റ്റ് y വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും എക്സ് വൈ ക്യൂബ് ബൈ 3 പ്ലസ് ഇ റൈസ് ടു എക്സ് വൈ ഫ്രം 0 to 1/4 dx. This is equal to 0.54 integral 0 to 1/2 substituting the limits. Upper limit x into x/3 separate consider ചെയ്യുക. Then 1/4 whole cube. y ക്കാനുള്ള ലിമിറ്റ്സ് കൊടുക്കേണ്ട 1/4 the whole cube. e raised to x into 1/4. Then this is into dx. This is equal to 0.54 integral 0 to 1/2 substituting the values x/3 into 1/4 cube means 64. Okay, plus just e raised to x/4. Okay, e raised to
x by 4 dx. This is 0.54 integral 0 to 1 by 2 x by 192 e raised to x by 4 dx. Integrate with respect to dx, then we get 0.54 1 by 192 integrating the x, x square by 2 plus e raised to x by 1 by 4 into e raised to x by 4 from 0 to 1 by 2. Okay, next value substitute ചെയ്യാം. Value substitute ചെയ്യുമ്പോൾ 0.54 നമുക്ക് കിട്ടിയിരുന്നത് 1 by 192. Okay, x square by this has become 384 x square by 384 e raised to x by 4. X square by 384 plus e raised to x by 4 and the limits 0 to 1 by 2. Limits apply ചെയ്യാം. എന്തുവരും 1 by 384 into 1 by 2 the whole square plus e raised to 1 by 2 divided by 4 minus e raised to x ഉള്ളതുകൊണ്ട് we should consider the lower limit too. എന്തുവരും first section 0 plus e raised to 0 by 4, right? ഈ സെഷൻ 0 by 384 ആകും. അപ്പോൾ ഈ ഒരു ടേം ഫുള്ള് 0 ആയി. ഇവിടെ e raised to 0 by 4 കൊടുത്തു. 0.54 into 1 by 384 into 4. Okay, 1536 plus e raised to 1 by 2 by 4 minus 1 by 4, right? When e raised to 0 equal to 1. 1 by 4. Calculator use ചെയ്യുക. values എല്ലാം substitute ചെയ്യുക. This is we get this becomes 0.0 I think 0.086. ഇതായിരിക്കും ഫൈനൽ ആൻസേഴ്സ് വരിക. ഓക്കെ, അപ്പോൾ ഇത് സോൾവ് ചെയ്ത് നോക്കുക. e raised to 1 by 2 ഒക്കെ വരുന്നുണ്ട്. സയൻറ്റിഫിക് കാൽക്കുലേറ്റർ മസ്റ്റ് ആണ്. സോൾവ് ചെയ്യുക.